രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം നടത്തി അതിന്റെ ഭാഗമായി ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചു. നിലവിൽ ആ റേറ്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടണം. സാധാരണ നിലയിൽ നെല്ലിന്റെ വില നിശ്ചയിക്കാൻ, സാധനങ്ങളുടെ വില നിശ്ചയിക്കാൻ, കാർഷികോൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്, സംസ്ഥാന ഗവൺമെന്റ് അല്ല. അതുകൊണ്ടാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് കേരളം ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. അത് വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നെല്ലിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 28 രൂപ 20 പൈസ പോരാ, അത് 35 രൂപയാക്കി വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ അരിയുടെ വില വർധനവുണ്ടാകുന്നു. അവിടെ സബ്സിഡി കൊടുത്ത് സാധാരണക്കാരന് ഭാരമില്ലാത്ത വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടാൻ കഴിയണം. അങ്ങനെ കാർഷിക മേഖലയെ സംരക്ഷിക്കണം. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ഇൻസെന്റീവ് കൊടുത്തുകൊണ്ട് അത് കുറച്ചിട്ടുണ്ട്. അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കാറുണ്ട്. അപ്പൊ ഇൻസെന്റീവ് കൊടുത്ത് നിർത്തുക എന്നല്ല, പ്രൈസ് തന്നെ, താങ്ങുവില തന്നെ ന്യായമായ വിലയിലേക്ക് എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം എന്ന സമരമാണ് ഇന്ന് കേരളത്തിലും ദേശീയ തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ആ സമരത്തെ ആളിക്കത്തിക്കുന്ന വിധത്തിൽ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AK ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VN സുർജിത്ത്, ലതി വേണുഗോപാൽ, KP ആലി, KV ഷിജു എന്നിവർ സംസാരിച്ചു.